ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ടുണ്ട്. അതും ലൈഫ് ടൈം ഫ്രീ ആയിട്ട് അപ്രൂവ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി എനിക്ക് കുറേ കാലമായിട്ട് ഈ കാർഡ് അപ്രൂവ് ആവും, അതേപോലെ കാർഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമുക്ക് മെസ്സേജസ് സംഭവങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ അത് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ട് ആയിരുന്നില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി 2 ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതും സെപ്പറേറ്റ് ലിമിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ആദ്യം കിട്ടിയ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് മൈസൂർ ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലമൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അതിന് നമുക്ക് അന്ന് 55,000 രൂപയായിരുന്നു ലിമിറ്റ് ഇടുന്നത്. ഇപ്പോൾ അത് കൂടിയിട്ട് 85,000 ആയിട്ടുണ്ട്. ലിമിറ്റ് ഇൻക്രീസ് വന്നിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ കാർഡ് അത് നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നത്, അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് തന്നെ നമുക്കിപ്പോൾ നിയോ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. നിയോ കാർഡിൽ നമുക്ക് ലിമിറ്റ് ഇട്ടിരിക്കുന്നത് 2,33,000 സംതിങ് ആണ് കിട്ടിയത്. അതിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ റീസെൻ്റ് തന്നെ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലിപ്കാർട്ട് നോർമലി യൂസ് ചെയ്യാറില്ല. പിന്നെ വല്ല ഡ്രസ്സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രമേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ എടുക്കാറുള്ളൂ. എന്ന് വെച്ചാൽ നല്ല കസ്റ്റമർ കെയർ ആണല്ലോ. അപ്പോൾ പണി കിട്ടിയത് കൊണ്ട് തന്നെ നല്ല കസ്റ്റമർ കെയർ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ കാർഡ് അതുകൊണ്ട് തന്നെ ഞാൻ കാർഡ് എടുക്കാറില്ല. ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡ് ഞാൻ എടുക്കാറില്ല. എന്ന് വെച്ചാൽ കുറേ കാലമായി നമുക്ക് എൻ്റെ തന്നെ ആമസോൺ ICICI കാർഡ് ഉണ്ടായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 year പ്ലസ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല ഇത്ര കാലമായിട്ട്. പിന്നെ നമുക്കിപ്പോൾ അത് ലൈഫ് ടൈം ഫ്രീ കാർഡ് ഓഫർ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. നമുക്ക് ഓൾറെഡി ആപ്പിൽ തന്നെ വന്നതാണ്. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് OTP ബേസ്ഡ് ജസ്റ്റ് 2-3 OTP സബ്മിറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മുടെ മൈസോൺ കാർഡായിട്ടാണ് ഷെയർ അയക്കുന്നത്. മൈസോൺ കാർഡിൽ നമുക്കിപ്പോൾ 85,000 ആണ് ലിമിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാർഡ് ഷെയർ ആയിട്ട് ഇപ്പോൾ അപ്രൂവ് ആയി പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിന് പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ വീഡിയോ KYC ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെസ്സേജ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്തില്ല. എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് അവരുടെ അക്കൗണ്ടും ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് സംഭവങ്ങളൊക്കെ ഉള്ളത്. പിന്നെ എന്തിനാ ആദ്യം വീഡിയോ KYC ചെയ്യണം. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ 2-3 ദിവസം നമുക്ക് ഇങ്ങനെ എല്ലാ ദിവസവും വീഡിയോ KYC മെസ്സേജും സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. 4-ാം ദിവസം ഇപ്പോൾ അപ്രൂവ് ആയിട്ട് മെസ്സേജും വന്നു. അപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അവന്മാർക്ക് തന്നെ അറിയില്ല അവരെന്താ ചെയ്യുന്നത്. അവന്മാർ ഒരു സിസ്റ്റമാണ് ഇവരുടെ. എന്തുകൊണ്ടാണ് റിജക്റ്റ് ആവണേ, എന്തിനാ റിജക്റ്റ് ആവണമെന്നൊന്നും അവർക്കറിയില്ല. ഇനിയിപ്പോൾ പുതിയ നമ്മുടെ RBIയുടെ റൂൾ വരുന്നുണ്ടല്ലോ, കറക്റ്റായിട്ട് റിജക്ഷൻ റീസൺ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ കൊല്ലം ജൂലൈ തൊട്ടോ സംതിങ് ആണെന്നുള്ളത് വരുന്നത്. അതിന് ശേഷം എന്തായാലും ആക്സിസ് ബാങ്കിന് കുറച്ച് പണി കിട്ടുന്നു. വെച്ചാൽ അമ്മമാർ ഒരു തോന്നിയ പോലെ അവർക്ക് ഇഷ്ടമെങ്കിൽ അത് എന്തോ നമ്മുടെ ഗവൺമെൻറ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമെങ്കിൽ അപ്രൂവ് ചെയ്ത് ഒപ്പിട്ട് തരുന്ന പോലെയാണ്. അങ്ങനത്തെ പരിപാടിയാണ് ആക്സിസ് ബാങ്കിൻ്റെ. അപ്പോൾ സംഭവം എന്തായാലും മെസ്സേജ് സംഭവമൊക്കെ വന്നു. ഞാൻ എന്തായാലും ഇവിടെ നമ്മുടെ സ്ക്രീൻഷോട്ട് സംഭവമൊക്കെ തരാം എന്നല്ല ഇടാം. അപ്പോൾ അത് നമുക്ക് എന്തായാലും കാർഡ് ഡിസ്പാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ആഴ്ച തന്നെ കാർഡ് കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് അൺബോക്സിങ് സംഭവമൊക്കെ സെപ്പറേറ്റ് വേറെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും സംഭവമൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ സെറ്റാപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണം. എന്താ വെച്ചാൽ ഇപ്പോൾ 2024 ഇപ്പോൾ പുതിയ ഒരു ഇയർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഭയങ്കരമായിട്ട് അപ്രൂവൽ ആവുന്നുണ്ട്. അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഇതിന് അപ്രൂവൽ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എല്ലാ ക്രെഡിറ്റ് കാർഡും എല്ലാ ക്രെഡിറ്റ് കാർഡും ഒരു 85% ക്രെഡിറ്റ് കാർഡുകളും നല്ല അപ്രൂവൽ റേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കോൾസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കോൾ വന്നായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും നമ്മളെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണാൻ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണമെന്ന് മനസ്സിലാക്കാൻ വിളിക്കുക. നമ്മുടെ 2 ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.